പ്രേക്ഷകർക്ക് എൻ്റെ വിനീതമായ നമസ്കാരം. അഞ്ചുവിളക്കിൻ്റെ നാടെന്നും മതസൗഹാർദ്ദത്തിന് പേര് കേട്ട ചങ്ങനാശ്ശേരിയിലെ എന്നല്ല ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ഞങ്ങളുടെ ഹൃദ്യമായ ഓണാശംസകൾ. മനുഷ്യൻ സാമൂഹ്യ ജീവിയാണ്. ക്രൈസ്തവ വിശ്വാസമനുസരിച്ച് തന്നെ ദൈവം മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു. പിന്നീടുള്ള ബൈബിൾ ഭാഗങ്ങൾ നമ്മൾ കാണുന്നത് അവരെ കുടുംബം സ്ഥാപിക്കുകയും അവരുടെ മക്കളുടെ മക്കളുമായി സമൂഹങ്ങളായി ജീവിക്കുകയും ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അങ്ങനെയുള്ള ഒരുമ പ്രകടിപ്പിക്കുവാനായിട്ട് സ്വാഭാവികമായും അവരെ ഒരുമിച്ച് കൂടുകയും അവരുടെ ആശയങ്ങൾ പങ്കുവയ്ക്കുകയും സന്തോഷത്തിൽ കൂട്ടിച്ചേരുകയും എല്ലാം ചെയ്യുക സ്വാഭാവികമാണ്. അങ്ങനെ ഒരു അവസരമാണ് ഓണക്കാലം നമുക്ക് നൽകുന്നത്. ഓണത്തിൽ കേരളീയർ എല്ലാം മറന്ന് ഒരുമിക്കുകയാണ്. അവരുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളുമെല്ലാം മറന്നുകൊണ്ട് സന്തോഷിക്കുകയും ആഹ്ലാദം പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ പ്രത്യാശയോടെ മുൻപോട്ട് നോക്കുവാനും ഓണക്കാലം ഒരു പ്രചോദനമാണ്. കഴിഞ്ഞ കാലത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മ, ഒരു സുവർണകാലത്തെക്കുറിച്ചുള്ള ഓർമ്മ വർത്തമാനകാലത്തെ പ്രശ്നങ്ങളുമായിട്ട് അതിനെ തട്ടിച്ച് നോക്കുവാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രത്യാശയോടെ മുൻപോട്ട് പോകാൻ ഒരു പ്രേരണയായിട്ട് തിരികെയും ചെയ്യും. ഇന്ന് ഈ കാലത്ത് വിഭാഗീയത വർദ്ധിച്ചു വരുന്ന ഒരു അവസരമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരുമ വർദ്ധിപ്പിക്കുവാനായിട്ട് ഏറെ പരിശ്രമിക്കുന്നതാണ്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ഒരുമിച്ച് ചേരലുകൾ, ഓണക്കാലത്ത് നമ്മൾ ഒരുമിച്ച് ചേരലുകൾ, ഒരുമിച്ച് കളിക്കുകയും ആടുകയും പാടുകയും സന്തോഷിക്കുകയും എല്ലാം ചെയ്യുന്നത് ഒരുമ വർദ്ധിപ്പിക്കുവാനും ഒരുമിച്ച് മുൻപോട്ട് പോകുവാനുമുള്ള സന്നദ്ധത വളർത്താനുമെല്ലാം വളരെയധികം സഹായകരമായിട്ട് തീരുമെന്നുള്ളതിൽ സംശയമില്ല. അങ്ങനെ ഈ ഓണക്കാലം നമുക്ക് സമാഗതമായിരിക്കുകയാണ്. ഈ അവസരത്തിൽ നമുക്ക് നമ്മുടെ വിഭാഗീയതകളെല്ലാം മറന്ന് പരസ്പരം മനസ്സിലാക്കാനും സഹായിക്കാനും ഒരുമയോടെ മുൻപോട്ട് പോകുവാനും നമുക്ക് സാധിക്കണം. അങ്ങനെ മാത്രമേ നല്ലൊരു ഭാവി കെട്ടിപ്പടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ ഹൃദയപൂർവമായ സന്തോഷപൂർവമായ ആശംസകൾ. കേരളം ഒരിക്കൽ കൂടി ഓണത്തിൻ്റെ സന്തോഷവും സമൃദ്ധിയുടെയും വരവിൽ ആഘോഷിക്കുകയാണ്. മുസ്ലിമീങ്ങളും ഹിന്ദുക്കളും ക്രൈസ്തവരും ഒരുമിച്ച് താമസിക്കുന്ന ഈ കേരളത്തിൽ, പ്രത്യേകിച്ച് ചങ്ങനാശ്ശേരിയിൽ മതസൗഹാർദ്ദത്തിൻ്റെയും മാനവികതയുടെയും എല്ലാവിധ മകുടോദാഹരണങ്ങളാണ് നമ്മുടെ ഈ നാട്ടിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓണത്തിന് മുമ്പായി ബക്രീദ്, വലിയ പെരുന്നാൾ മുസ്ലിമീങ്ങൾ ലോകമെമ്പാടും ആശംസിക്കുകയും അതിനുശേഷം കേരളക്കരയിലെ ഒന്നടങ്കം ജനങ്ങൾ ഒരുമിച്ച് കൂടിയുള്ള സന്തോഷമാണ് ഓണം. എല്ലാം കൂടി ഒരുമിച്ച് വരുന്ന നമ്മുടെ ഈ കേരളക്കരയിൽ സന്തോഷവും നീതിയും സൗഹാർദ്ദവും ധർമ്മവും സമത്വവുമാണ് എല്ലാ ജനങ്ങളും ആഗ്രഹിക്കുന്നത്. ആ ഒരു സന്തോഷമാണ് നമ്മളും കൈക്കൊള്ളേണ്ടത്. ഹിന്ദുവും ക്രൈസ്തവനും മുസൽമാനും ഒറ്റ ചരടിലെ മക്കളെ പോലെ, ഒരച്ഛൻ്റെയും അമ്മയുടെയും മക്കളെ പോലെ കാണുക എന്നുള്ള സന്തോഷവും ആഗ്രഹവുമാണ് എല്ലാ മതത്തിൻ്റെയും നിയമങ്ങളും അതിൻ്റെ മൂല്യങ്ങളും അത് തന്നെയാണ്. മുസൽമാനെ അപേക്ഷിച്ചിടത്തോളവും ഹിന്ദുവിനെ അപേക്ഷിച്ചിടത്തോളവും ക്രൈസ്തവനെ അപേക്ഷിച്ചിടത്തോളവും അവരുടെ മതത്തിൻ്റെയും ഇതിഹാസത്തിൻ്റെയും ബൈബിളിൻ്റെയും എല്ലാ ലക്ഷ്യം ഒരു ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് നാം എല്ലാവരും. നമ്മുടെ എല്ലാവരുടെയും ആരാധന ഒരേ ദൈവത്തിൻ്റെ മുന്നിലാണ്. അതുകൊണ്ട് മാനവികതയും മനുഷ്യ സൗഹാർദ്ദവും നമ്മൾ നിലനിർത്തുകയും അത് മുന്നോട്ട് കൊണ്ടുപോവുകയും പരസ്പരമുള്ള വിദ്വേഷം, പക, ക്രോധം, വിരോധം അതെല്ലാം പാടെ ഒഴിവാക്കിക്കൊണ്ട് സമത്വ സാഹോദര്യത്തിൻ്റെ സന്ദേശവാഹകരായി കഴിഞ്ഞുകൂടാനാണ് ഈ പുണ്യമാക്കപ്പെട്ട ഈ ബക്രീദിൻ്റെയും ഓണത്തിൻ്റെയും ദിനങ്ങളിൽ ആഗ്രഹിക്കുന്നത്. ആ ഒരു സന്തോഷവും സാഹോദര്യവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ചങ്ങനാശ്ശേരി പുതൂർപ്പള്ളി ചീഫ് ഇമാം എന്ന നിലയിൽ എൻ്റെ ഭാഗത്തു നിന്ന് എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും നേർന്നുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. പ്രമുഖ വിദ്യാഭ്യാസ വാണിജ്യ കേന്ദ്രമായ ചങ്ങനാശ്ശേരി, മലയാളക്കര, കേരളം ശ്രദ്ധിക്കുന്ന ഒരു പ്രദേശമാണ്. മതമൈത്രിയുടെ നാട് എന്നറിയപ്പെടുന്ന ചങ്ങനാശ്ശേരി എല്ലാ സമുദായങ്ങളെയും ഒരുപോലെ സ്നേഹിക്കുകയും
എല്ലാ സമുദായങ്ങളിലെയും ആളുകൾ ഒന്നിച്ച് സമാധാനപൂർവ്വം സന്തോഷത്തോടെ സഹകരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന പ്രദേശമാണ്. ചങ്ങനാശ്ശേരിയിലെ ചന്ദനക്കുടവും ചെറപ്പും ക്രിസ്മസും ആഘോഷങ്ങൾ ഒരേ ദിവസങ്ങളിൽ ഒരുമിച്ച് ആഘോഷിക്കുന്ന വലിയ ഉത്സവ ദിനങ്ങളാണ്. ചങ്ങനാശ്ശേരിക്കാരുടെ ഹൃദയ ഐക്യം വെളിപ്പെടുത്തുന്ന മനോഹരമായ ദിവസങ്ങളാണ് ആ ദിവസങ്ങൾ. കേരളം എല്ലാ മതങ്ങളെയും ഒരുപോലെ സ്നേഹിക്കുന്ന സംസ്ഥാനം എന്നുള്ളവരെയും മതേതരത്വത്തിൻ്റെയും മതമൈത്രിയുടെയും നാടായ മലയാളക്കരയിൽ നമ്മുടെ ദേശീയാഘോഷമായ തിരുവോണം, ആ തിരുവോണം നമ്മളെ ഒന്നിച്ചണിനിരത്തുന്നു. എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന തിരുവോണം കേരളീയർ മലയാളികൾ ഏറെ ആഘോഷത്തോടു കൂടിയാണ് എല്ലാ വർഷവും ആ തിരുവോണത്തെ വരവേൽക്കുന്നത്. സമാധാനത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീകമായ ഐശ്വര്യത്തിൻ്റെ പ്രതീകമായ തിരുവോണാഘോഷം മലയാളികളുടെ മനസ്സിൽ എന്നും യോജിക്കാനും ഒരുമിക്കാനുമുള്ള സന്ദേശമാണ് നൽകുന്നത്. ഓണം ആഘോഷിക്കുന്ന ഈ നല്ല സന്ദർഭത്തിൽ എല്ലാവർക്കും ഞാൻ മനോഹരമായ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവർക്കും തിരുവോണത്തിൻ്റെ ആശംസകൾ ഞാൻ നേരുകയാണ്. മാന്യ പ്രേക്ഷകർക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. കേരളത്തിലെ മാത്രമല്ല ലോകത്തെമ്പാടുമുള്ള മലയാളികൾ ചിങ്ങമാസത്തിൻ്റെ ഈ അവസരത്തിൽ സമൃദ്ധിയുടെയും ആഘോഷങ്ങളുടെയും അവസരമായ പൊന്നോണത്തെ സ്വീകരിക്കാൻ തയ്യാറെടുക്കുകയാണ്. മഹാബലി ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ സ്ഥാനം നഷ്ടപ്പെട്ടതിന് ശേഷം തൻ്റെ പ്രിയപ്പെട്ട ജനങ്ങളെ കാണാൻ, പ്രജകളെ കാണാൻ വീണ്ടും വരുന്ന ഒരു അവസരമായി നമ്മൾ ഇതിനെ കണക്കാക്കുന്നു. മഹാബലി ഭരിച്ചിരുന്ന കാലത്ത് കള്ളമില്ല, ചതിയുമില്ല, എല്ലോളമില്ല, പുളിവചനം, മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന് പാടുപുകഴ്ത്തിയ ഒരു മഹനീയ കാലഘട്ടമായിരുന്നു അത്. അതിനെ വീണ്ടും ഓർമ്മിപ്പിക്കത്തക്കവണ്ണം നമ്മളെല്ലാവരും സമഭാവനയോടെ, സൗഹൃദത്തോടെ, ആഘോഷത്തോടെ ഈ അവസരം ആഘോഷിക്കുന്നു. മതസൗഹൃദത്തിന് പേര് കേട്ട ചങ്ങനാശ്ശേരി ജനങ്ങൾക്ക് മാത്രമല്ല സംസ്ഥാനത്തും മറ്റു ഭാഗത്തുള്ള എല്ലാ മലയാളികൾക്കും എൻ്റെ മംഗളാശംസകൾ. നമസ്കാരം. എൻ്റെ ചങ്ങനാശ്ശേരിയിലെ ഓണം എന്ന് പറയുമ്പോൾ എൻ്റെ ചങ്ങനാശ്ശേരിക്ക് വളരെയധികം പ്രാധാന്യവും പാരമ്പര്യവുമുള്ള ഒരു നാടാണ്. ചങ്ങനാശ്ശേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടനാടിൻ്റെയും മലനാടിൻ്റെയും ഒരു സംഗമ സ്ഥലമാണ്. ചങ്ങനാശ്ശേരിക്ക് വളരെയധികം വൈദഗ്ധ്യങ്ങളും വളരെയധികം കാർഷികമായും കലാപരവും സാംസ്കാരികവുമായും വളരെയധികം പ്രാധാന്യമുണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. അതിൻ്റെ തുടക്കം എന്നുള്ള രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ വേലുത്തമ്പി ദളവ സ്ഥാപിച്ച ചന്തയാണ് ചങ്ങനാശ്ശേരി മാർക്കറ്റ്. അപ്പോൾ അത്രയും പ്രാധാന്യം, അത്രയും പാരമ്പര്യം പറയാവുന്ന ഒരു മാർക്കറ്റാണ് ചങ്ങനാശ്ശേരി. അതുപോലെ തന്നെ മത സൗഹാർദ്ദത്തിൻ്റെ നാട്. ഡിസംബർ 25 പറഞ്ഞു കഴിഞ്ഞാൽ ചങ്ങനാശ്ശേരി പുഴവാത് അമ്പലത്തിലെ 41 ചെറുപ്പിൻ്റെ ഉത്സവവും അതുപോലെ ക്രിസ്മസ് ആഘോഷങ്ങളും അതുപോലെ തന്നെയാണ് ചന്ദനക്കുടവും. ഈ 3 മതസ്ഥരുടെ ആഘോഷങ്ങൾ ഒരുപോലെ സംഗമിച്ച് ഒരേ രീതിയിൽ ആഘോഷിക്കുന്ന മറ്റൊരു സ്ഥലമുണ്ടോ എന്നുപോലും അത്ഭുതപ്പെടാവുന്ന രീതിയിലുള്ള ഒരു സ്ഥലമാണ് എൻ്റെ ചങ്ങനാശ്ശേരി. ഈ ചങ്ങനാശ്ശേരിയുടെ വളരെയധികം പ്രാധാന്യം എന്ന് പറയുന്നത്, ഒരു കാലത്ത് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ചങ്ങനാശ്ശേരിയിൽ 2 ബോട്ട് ജെട്ടികളുണ്ടായിരുന്നു. മാർക്കറ്റിലും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെയാണ് മനക്കച്ചിറയിൽ. ഇന്നതൊക്കെ നമുക്ക് അന്യം നിന്നുപോയി. അതുപോലെ തന്നെയാണ് ചങ്ങനാശ്ശേരി ഒരു ജലോത്സവം. അത് കുറച്ച് നാൾ നിന്നു പോയതിന് ശേഷം വീണ്ടും അത് തുടങ്ങുകയൊക്കെ ഉണ്ടായി. പക്ഷേ വീണ്ടും അതിപ്പോൾ ഒരു വല്ലാത്തൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ചങ്ങനാശ്ശേരിക്ക് വളരെയധികം പ്രാധാന്യം, അതുപോലെയാണ് വളരെയധികം നിരവധി കലാകാരന്മാരെ സംഭാവന ചെയ്ത ഒരു നാട്. കാരണം LPR വർമ്മ, ഗീതാ ചാച്ചപ്പൻ, ചങ്ങനാശ്ശേരി നടരാജൻ, KP ദിനേശൻ, തൃപ്പൂണിത്തുറ അരവിന്ദാക്ഷമേനോൻ തുടങ്ങിയ പ്രഗത്ഭരായ കലാകാരന്മാർക്ക് ജന്മം നൽകിയ ഒരു സ്ഥലമാണ് ചങ്ങനാശ്ശേരി. അതുപോലെ തന്നെ പ്രേം നസീറും MG സോമനും KG ജോർജും തുടങ്ങിയവരുടെ വിദ്യാഭ്യാസം കൊണ്ട് സമ്പുഷ്ടമായ സ്ഥലം കൂടിയാണ് ചങ്ങനാശ്ശേരി. ഈ കലാകാരന്മാരുടെയും അതുപോലെ തന്നെ കാർഷികമായ ഏറ്റവും കൂടുതൽ ഉൽപ്പന്നങ്ങൾ വന്ന് ഏറ്റവും കൂടുതൽ സംവേദിക്കുന്ന ഒരു സ്ഥലം കൂടിയായിരുന്നു ചങ്ങനാശ്ശേരി. കിഴക്കൻ പ്രദേശങ്ങളിൽ നിന്നും ഏറ്റവും കൂടുതൽ പച്ചക്കറികളും ഉൽപ്പന്നങ്ങളും വന്ന ചങ്ങനാശ്ശേരി മാർക്കറ്റിൽ കൂടിയാണ് ഇത് വള്ളങ്ങളിലും ബോട്ടുകളിലൂടെയും ആലപ്പുഴയിലേക്കും മറ്റും സ്ഥലങ്ങളിലേക്ക് പോയിക്കൊണ്ടിരുന്നത്.
അതുപോലെ തന്നെയാണ് ആലപ്പുഴയിൽ നിന്നും ജലമാർഗത്തിൽ തന്നെ മറ്റുള്ള ഉൽപ്പന്നങ്ങൾ ചങ്ങനാശ്ശേരി മാർക്കറ്റിലെത്തി അത് കിഴക്കൻ പ്രദേശങ്ങളിലേക്കും പോകും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു സംഗമ സ്ഥലമായ ചങ്ങനാശ്ശേരി ഏറ്റവും പുണ്യമായ ഒരു സ്ഥലമായി ഞാൻ കാണുകയാണ്. ആ സ്ഥലം വീണ്ടും എല്ലാവരുടെയും മനസ്സിൻ്റെ സൗഹാർദ്ദത്തിൻ്റെ ഒരു ദിനങ്ങളിലൂടെ ഈ ഓണക്കാലം കൂടി ആഘോഷിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. പ്രത്യേകിച്ച് ഞാനൊരു ചങ്ങനാശ്ശേരിക്കാരനാണ്. അപ്പോൾ ചങ്ങനാശ്ശേരി എന്ന് പറയുമ്പോൾ വളരെയധികം അഭിമാനമുണ്ട്. കാര്യം മതസൗഹാർദ്ദത്തിന് പേര് കേട്ട ഒരു നാടായ ചങ്ങനാശ്ശേരി. ചന്ദനക്കുടം എന്ന് പറയുന്ന ഒരു ഉത്സവം ഏറ്റവും അധികം ആഘോഷമാക്കുന്ന ആൾക്കാർക്ക് ഞങ്ങൾ ചങ്ങനാശ്ശേരിക്കാണ്. അതുകൂടാതെ തന്നെ നമ്മുടെ കലാ, സാംസ്കാരിക, രാഷ്ട്രീയ, സാമുദായിക രംഗത്ത് പ്രവർത്തിച്ചവരും ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരും പേരുകേട്ട പലരുടെയും നാടായ ചങ്ങനാശ്ശേരി. ചങ്ങനാശ്ശേരിക്കാരനായി ജനിച്ചതിൽ എനിക്ക് ഏറ്റവും അധികം അഭിമാനമുണ്ട്. എല്ലാ മലയാളികൾക്കും ഒരു ചങ്ങനാശ്ശേരിക്കാരൻ എന്നുള്ളത് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഓണാശംസ. ഒത്തിരി കലാകാരന്മാർക്ക് ജന്മം നൽകിയ നാടാണ് ചങ്ങനാശ്ശേരി. ഈ ചങ്ങനാശ്ശേരി ജനിച്ചതും ജീവിക്കുന്നതും ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. എല്ലാ മലയാളികൾക്കും ചങ്ങനാശ്ശേരിക്കാരനായ ഈ എളിയ കലാകാരൻ്റെ നന്മ നിറഞ്ഞ ഓണാശംസകൾ.